ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജഡ്ജിയോട് സംസാരിച്ചിട്ട് വന്ന അമ്മയെ കണ്ട് എല്ലാവരും ഭയങ്കര രോക്ഷാകുലരായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അമലിനാണ് ഏറ്റവും കൂടുതൽ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നത്. അമൽ എന്നിട്ട് കുറേ പറഞ്ഞു, അമ്മ ഈ ചെയ്ത പ്രവർത്തിക്ക് അമ്മയുടെ ദൈവം പോലും പൊറുക്കുകയല്ലെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അഭി ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്മയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. ആ അമ്മയുടെ മാനസിക നില എന്താണെന്ന് നമ്മുടെ അഭിക്ക് മനസ്സിലായി. അപ്പം നീ ഇനിയും ശബ്ദിച്ചു പോകരുതെന്ന് അഭി അന്നേരത്തേക്കും അമലിനോട് പറഞ്ഞു. അഭിയേട്ടാ എന്നും പറഞ്ഞ് അമൽ വിളിച്ചെങ്കിലും ഒരു രക്ഷയില്ല, അമ്മേ നടക്കാം വാ എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ അമ്മയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് നിരഞ്ജനിയും സക്കീർബായും അതുപോലെ അമലും അവിടെ നിന്ന് ഭയങ്കര ടെൻഷനോട് കൂടി നിൽക്കുക കേട്ടോ. എന്നാൽ ഇത്ര ഒരു ചതി അമ്മ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് ചിരിച്ചട്ടഹസിച്ച് തമ്പിയും അതുപോലെ അപർണയും കൂടെ വരുന്നത്. അല്ല ഏത് ജയിലിലേക്കാണാവോ തമ്പി പോകേണ്ടതെന്ന് വല്ല തീരുമാനമായോ വക്കീലേ എന്ന് നിരഞ്ജനിയോട് ഈ തമ്പി കളിയാക്കി ചോദിച്ചു. വക്കീലൊന്ന് പറയാൻ പറഞ്ഞു, അച്ഛൻ തയ്യാറെടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുന്നു. നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല. അപ്പം ജയിലഴി എണ്ണാനുള്ള വിധി അങ്കിളിനുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നും അങ്കിൾ നിരാശപ്പെടേണ്ടെന്ന് അമല് പറഞ്ഞു. എടാ മരുമകൻ കൊച്ചനെ, നിന്റെ അച്ഛൻ ഒരിക്കൽ ഒറ്റിക്കൊടുത്ത് കുറേ കാലം ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നവനാടാ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമലിനോട് അന്നേരം ഈ തമ്പി പറയാ. സക്കീർബായി ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്ന് ഇന്നത്തെ പോലെ ചിക്കനും മട്ടനും കാര്യങ്ങളൊന്നും ജയിലിൽ ഉണ്ടായിരുന്നില്ല. അതിനും ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. എടാ ഇതൊന്നും കണ്ട തമ്പി പേടിക്കത്തില്ലടാ. പിന്നെയാണ് രാധാമണി വാരസ്യാരെന്നും പറഞ്ഞുകൊണ്ട് പുച്ഛവും പരിഹാസമായിട്ട് നിൽക്കുമ്പോഴും കടിച്ചു പിടിച്ച് നിൽക്കും അവർ. കണ്ടില്ലേടാ, അവളെല്ലാം നിഷേധിച്ചിട്ട് പോയത് കണ്ടില്ലേടാ, അത് അങ്കിളിനെ പേടിച്ചിട്ടാണെന്ന് അമല് പറയുമ്പോൾ പേടിക്കണോടാ, തമ്പിയെ പേടിക്കണം. എന്നാ ശരി, ഞാനങ്ങ് പോയേക്കോ കേട്ടോ മോളെ. വസുന്ധര നല്ല ഒന്നാതരം സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിക്കാം. എടാ വേണമെങ്കിൽ വന്ന് ഞണ്ണ ക്ഷീണം തീരട്ടെ എന്നും പറഞ്ഞോട്ട് തമ്പി അവിടെ നിന്ന് പോണു. അങ്ങനെ പോയ തമ്പി തിരിച്ച് നമ്മുടെ സക്കീർബായുടെ അടുത്തേക്ക് വന്നിട്ട്, എടാ സക്കീർബായ്, എല്ലാം നിന്റെ തലയ്ക്കുള്ളിൽ വന്നതാണെന്ന് എനിക്കറിയാം. നീ നിന്റെ തല തുടച്ചു മിനുക്കി വെച്ചോ. അധികകാലം ഇതവിടെ ഉണ്ടാവില്ല എന്ന് സക്കീർബായോട് തമ്പി പറയുമ്പം തമ്പിക്ക് വേണമെങ്കിലേ ഞാൻ എൻ്റെ തല അങ്ങ് തന്നുവിടാം. അപ്പം എളുപ്പമുണ്ടല്ലോ, എന്നെ അങ്ങ് തീർത്ത് കളയാന്ന് വല്ലാണ്ട് മോഹിക്കുന്ന ചിലരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാകട്ടോ തമ്പി. സൂര്യ സാറിൻ്റെ ഇരുട്ടടിയേ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ നിൽക്കുന്ന തമ്പി അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് എന്നാലും എൻ്റെ നിരഞ്ജനെ വല്ലാത്തൊരു ചതിയായിപ്പോയി. നിന്നെ ജാനയ്ക്ക് ചതിച്ചതാ നിരഞ്ജനെ, നീ ഇപ്പോഴും അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. കഷ്ടം. എന്തായാലും നീ അളകാപുരിയിലേക്ക് ഒന്ന് വാ, നമുക്ക് ഇന്ന് അവിടെ ഒന്ന് കൂടാം. നിന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ചില കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണെന്നും പറഞ്ഞു വലിയ ഡയലോഗം. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നീ ഉണ്ടാവില്ല അപർണയെന്ന് നിരഞ്ജന പറഞ്ഞു. നീ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, തോറ്റുപോയത് ജാനിയടത്തി അല്ല നീയാണ് എന്നുള്ളതെന്ന് അപർണയോട് നിരഞ്ജന വീണ്ടും പറഞ്ഞു. എനിക്ക് നിന്നോട് തോന്നുന്നത് വെറും സഹതാപം മാത്രമാണ്. നീ ചെല്ല, അച്ഛൻ്റെ പുന്നാര മോളായിട്ട് നീ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അഭിമാനം തന്നെയാണടി എന്നും പറഞ്ഞ് അപർണ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അപർണ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമൽ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക കേട്ടോ. അവളിപ്പോൾ ഈ ചിരിച്ചട്ടഹസിച്ച് പോയത് ജാനിയടത്തിയുടെ അമ്മയുടെ വേറെ ഔദാര്യം മാത്രമാണെന്ന് അമൽ പറയുവാണ്. ജാനിയടത്തിയുടെ അമ്മയുടെയും മുന്നിൽ നമ്മൾ വെറും വിഡ്ഢികളായി എന്ന് അമൽ പറയുക. അങ്ങനെ അമലിന് ഭയങ്കര സങ്കടമായി. അമലും നിരഞ്ജനയും ഒക്കെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അഭിയും അമ്മയും കൂടി പോവുകയാണ്. അഭിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അഭി ഒന്നും മിണ്ടുന്നില്ല അമ്മയോട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോന്നു. വീടിൻ്റെ കുറച്ചിപ്പുറ കൊണ്ട് അഭി വണ്ടി അങ്ങ് നിർത്തി. അഭിക്കാണെങ്കിൽ സഹിക്കാനോ താങ്ങാനോ കഴിയാത്തൊരവസ്ഥയിലാണ് അങ്ങ് പോണത്. അങ്ങനെ അഭി തകർന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. അഭിക്കൊന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. ഈ സമയത്ത് അമ്മ ഇങ്ങനെ മോൻ്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചു. മോൻ അന്നേരം അമ്മയെ തിരിഞ്ഞു നോക്കി. മോനെ എന്നും പറഞ്ഞൊരു വിളി. അമ്മയുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. കാരണം തോറ്റു പോയല്ലോ എന്നുള്ളൊരിത്. മോൻ അമ്മയെ വെറുക്കരുത്, ശപിക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ വീണ്ടും അവർ പോവുകയാണ്. അപ്പോൾ എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി നിരഞ്ജനം നടത്തിയ കഷ്ടപ്പാടുകൾ ഞാൻ ഒരിക്കലും മറന്നു കളഞ്ഞതല്ല എന്ന് നമ്മുടെ അമ്മ പറയുക. എന്നിട്ടും ആ കുട്ടിയെ ഞാൻ തോൽപ്പിച്ച് കളഞ്ഞുവെന്നും ആ അമ്മ പറയുമ്പോൾ ഉണ്ടല്ലോ അഭി നിന്ന് കരയുക. ജാനകി എന്നെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്തിന് ഞാൻ തമ്പിക്കെതിരെ പറഞ്ഞില്ല എന്നുള്ള കാര്യം ജാനകി അറിയാനും പാടില്ല എന്ന് അഭിയോട് അമ്മ പറയുക. പക്ഷേ എനിക്കത് മോനോട് പറയണമെന്നും നമ്മുടെ രാധാമണിയമ്മ അഭിയോട് പറയുക കേട്ടോ. ജാനകി പോലും അറിയാത്തൊരു രഹസ്യം. മോൻ്റെ മനസ്സിൽ തന്നെ അതിരിക്കുകയും വേണം, അത് അവൾ അറിയാൻ പാടില്ല എന്നും ആ അമ്മ പറയുവാണ്. അറിഞ്ഞാൽ
വീണ്ടും തമ്പിക്കെതിരെ കേസിന് ജാനകി ഇറങ്ങും എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അബിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇത്, ഞാൻ പറയാം മോനെ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ എല്ലാവരെയും വിഡ്ഢിയാക്കിയതിന് കാരണം ഞാൻ പറയാമെന്നും പറഞ്ഞ് അമ്മ അഭിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ തമ്പി വന്ന് വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് അങ്ങോട്ട് നമ്മുടെ രാധാമണിയമ്മ വരുമ്പോൾ തമ്പിയെ കാണുവാണ്. തമ്പിയെ കണ്ടപ്പോഴത്തേക്കും രാധാമണിയമ്മയ്ക്ക് ഭയങ്കര കലിപ്പ്. തമ്പിയാണെങ്കിൽ ഇങ്ങനെ രാധാമണിയമ്മയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ മീശയൊക്കെ പിരിച്ചൊരുമാതിരി വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ചിരിക്കാം. രാധാമണിക്ക് എന്നെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതല്ലേ നീ ഞെട്ടിയത് എന്ന് തമ്പി രാധാമണി അമ്മയോട് ചോദിക്കുക. അങ്ങനെ രാധാമണി അമ്മയോട് ഇവൻ പറയാൻ വരുന്ന കാര്യങ്ങൾ, കേസിൻ്റെ പിന്നാലെ പോകരുത് എന്നൊക്കെയുള്ളതാണ്. രാധാമണി അമ്മ ഇയാളുടെ മുഖത്ത് പോലും നോക്കാൻ നിൽക്കാം. സുഖമല്ലേ രാധാമണി എന്ന് രാധാമണി അമ്മയോട് ഈ തമ്പി ചോദിക്കുക കേട്ടോ. മോൾ അമ്മയാണെന്ന് അറിയിക്കാതെ നിന്നെ കൂടെ പൊറപ്പിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ തമ്പി ഇങ്ങനെ രാധാമണി അമ്മയോട് പറയാം. ഇവിടെ ഇപ്പം മറ്റാരും ഇല്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അബി ഭാര്യയും കൊണ്ട് ചെക്കപ്പിന് പോയി, അമൽ ഓഫീസിലും പോയി, പ്രഭാവതി ആമ്പല്ലൂർ അമ്പലത്തിൽ സപ്താഹം തൊഴാനും പോയി. എൻ്റെ മോളെ ഞാൻ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് തമ്പി രാധാമണി അമ്മയോട് പറയാം. അതും അവിടെ ചെന്ന് നിന്നെ എനിക്കൊന്ന് തനിച്ച് നേരിട്ട് കാണാനാണെന്നൊക്കെ പറഞ്ഞ് രാധാമണി അമ്മയോട് പറയും കേട്ടോ. ഒന്നുമില്ലെങ്കിലും നിൻ്റെ മോളുടെ തന്തയിലടി ഞാൻ എന്നൊക്കെ ഇങ്ങനെ രാധാമണി അമ്മയോട് ചോദിക്കും കേട്ടോ തമ്പി. അപ്പോൾ രാധാമണിയമ്മ ഒന്നും മിണ്ടാതെ നിൽക്കാം. ഞാൻ വന്നത് നിന്നെ ഉപദ്രവിക്കാനോ കൊല്ലാനോ വേണ്ടിയിട്ട് ഒന്നുമല്ല. നിന്നെ തീർത്തട്ടെ, എനിക്കൊന്നും കിട്ടാനുമില്ല രാധാമണി. അതല്ലേ നിന്നെ അന്ന് ആ വാടക വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാനൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത്. ഞാൻ വന്നത് എന്തിനാണെന്ന് വെടിപ്പായിട്ട് അങ്ങ് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പൊക്കോളാവെന്നും തമ്പി രാധാമണി അമ്മയോട് പറയാം. നമ്മുടെ മോള് എന്നെ ജയിലിൽ അടയ്ക്കാൻ ഒരു കേസും പൊക്കി പിടിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയിരിക്കുകയാണെന്നും പിന്നെ നിന്നെ ഞാൻ 25 വർഷം മുൻപ് സ്നേഹിച്ചതിലുണ്ടായ സന്തതി എനിക്ക് ശിക്ഷ വാങ്ങിച്ചു തരാനായിട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധാമണി അമ്മയോട് തമ്പി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. എടി ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയാൽ അതിൽ സന്തോഷിക്കുകയല്ലേടി വേണ്ടത്. പക്ഷെ അവൾക്ക് ആ സന്തോഷം വേണ്ട പോലും. അതുകൊണ്ട് ഞാൻ അന്ന് ചെയ്ത തെറ്റ് ഒന്ന് തിരുത്താമെന്ന് കരുതിയെന്ന് ഈ തമ്പി രാധാമണി അമ്മയോട് പറഞ്ഞു. അതും ജാനകിയെ കൊല്ലുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മോള് ജീവനോടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ അവളെ പറഞ്ഞ് തിരുത്തണമെന്ന് പറയും. എന്നിട്ട് പിന്നെ ജാനകി അന്ന് കൊല്ലാൻ നോക്കിയ ആ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ അന്ന് വേറൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജാനകിക്ക് അന്ന് ആ ഒരു കാര്യം ഞാൻ ഒപ്പിച്ചതാണ് എന്ന് തമ്പി രാധാമണി അമ്മയുടെ മുന്നിൽ ഏറ്റു പറയാം. ഞാൻ ചെയ്തതിൽ തെറ്റു വല്ലതും ഉണ്ടോ? തമ്പി ഇത്രയും കാലം ആരുടെ മുന്നിലും തല കുനിക്കാതെ ജീവിച്ചത് ഒരു ചീള് കേസ് കൊണ്ട് തീർത്ത് കളയാൻ പറ്റുമോ? ഞാനതിന് സമ്മതിക്കുമോ? നീ പറ. ഒരു പുരുഷായുസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാടി ഇപ്പം നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ തമ്പി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഒരു പീറപ്പെണ്ണിനെ പിച്ച് ചീന്തി കളയാനുള്ളതല്ല തമ്പി എന്ന 2 അക്ഷരമൊന്നും പറഞ്ഞ് അതിൻ്റെ പിന്നിൽ പടനിലത്ത് വിശ്വനാഥൻ എന്ന കുടുംബസ്ഥനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ നമ്മുടെ അമ്മയോട് പറയുന്നു. ഇതെല്ലാം കേട്ട അമ്മ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ അമ്മയെ വെല്ലുവിളിച്ച് മോളെ പറഞ്ഞ് തിരുത്തണമെന്നും അല്ലെങ്കിൽ ഇനിയും നിൻ്റെ മകളും മരണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. എല്ലാത്തിനെ കുഴിവെട്ടി മൂടും ഞാനെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. കേസിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പിൽ തമ്പി പെടുവെന്നൊരു അവസ്ഥ വന്നാൽ ആ സെക്കൻഡ് വെച്ച് തമ്പി പണി തുടങ്ങുമെന്നും തമ്പി രാധാമണി അമ്മയോട് പറയുക. നീ ഓർത്തോളാൻ പറഞ്ഞു. നാളെ എനിക്കെതിരെ നീ വന്നാലും നിന്നെ ബാക്കി വെച്ചിട്ട് നിന്റെ മകളെ ഞാൻ തീർത്തിരിക്കുമെന്നും പറഞ്ഞ് തമ്പി പറഞ്ഞ് രാധാമണി അമ്മയെ പേടിപ്പിക്കും. ഇനി തമ്പിയുടെ ജീവിതം അതിനു വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞു. നിനക്ക് നിന്റെ മകൾക്കൊന്നും പറ്റരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുക. നീയും ഞാനും മാത്രമാണ് ഈ പോർവിളിയിൽ മുഖാമുഖം ഉള്ളത്. അത് നീ ഓർത്ത് വെച്ചോളണമെന്നും പറഞ്ഞുകൊണ്ട് രാധാമണി അമ്മയെ പറഞ്ഞു പേടിപ്പിച്ചു. അന്ന് എനിക്കൊരു തെറ്റു പറ്റി, അത് ഞാൻ സമ്മതിക്കുന്നു. നിന്നെ അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം കൊണ്ടാണ് സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് മോഹിച്ചത്. പക്ഷെ അന്ന് നീ നിന്റെ വഴിക്ക് പോയത് അത് എൻ്റെ തെറ്റല്ല. ഇനി നീ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ലോകത്ത് നിനക്ക് സ്വന്തമായിട്ടുള്ള നിന്റെ മോളം മാത്രമാണെന്ന കാര്യം ആ അമ്മയോട് ഈ തമ്പി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ രാധാമണി അമ്മയ്ക്ക് ഭയങ്കര ഒരു പേടിയും വെപ്രാളവും ഒക്കെ പറഞ്ഞെല്ലാം ഏൽപ്പിച്ചിട്ട് തമ്പി അവിടെ നിന്ന് അങ്ങ് പോയി. തമ്പി അങ്ങ് പോയതും അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവനും പറയുവാണ് അമ്മ അബിയോട്. എൻ്റെ മോളുടെ ജീവന് വേണ്ടിയിട്ടാണ് ഈ അമ്മ തമ്പിക്ക് മുന്നിൽ അടിയറവ് വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബിക്ക് കലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിയായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ചെയ്തതെന്നും ഇതൊരിക്കലും ജാനകി അറിയരുതെന്നും പറഞ്ഞു.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ഉണ്ണിത്താൻ്റെ അസിസ്റ്റന്റ് വിളിക്കുക, കേസ് കോടതി തള്ളിക്കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് ഉണ്ണിത്താന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ താൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രാധാമണിയമ്മ വന്ന് മൊഴി മാറ്റി പറഞ്ഞ കാര്യങ്ങൾ പറയാം. അപ്പോൾ എന്തിനാ അവർ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുവാണ്. ഇത് കഴിഞ്ഞ് തമ്പി വീട്ടിൽ വന്ന് തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തൊക്കെ മരമയങ്ങളാണ് കോടതിയിൽ നടന്നതെന്ന് ഭാര്യ വന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ സാക്ഷികൾ കൂറുമാറിയ ഒരു സന്തോഷത്തിൽ അച്ഛനും മോളും പോയതെന്ന് ചോദിക്കുമ്പോൾ ആഹാ നീ കൊള്ളാവല്ലോടി എന്നും പറഞ്ഞിങ്ങനെ ഭാര്യയോട് പറയുക കേട്ടോ. മോളവിടെ നിന്ന് ഭയങ്കര സന്തോഷവും. അങ്ങനെ അച്ഛനും മോളും കൂടെ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ അപർണ അമ്മയോട് പറയുക. അപ്പോൾ മാനസിക രോഗം അഭിനയിച്ച അവർ തന്നെ കോടതിയിൽ ഇതെല്ലാം മാറ്റി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കേട്ട് അവരിങ്ങനെ, അതായത് തമ്പിയുടെ ഭാര്യ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. നീ കൊള്ളാലി, എൻ്റെ മുഖത്ത് കരുവാരിത്തച്ച് പെണ്ണ് കേസിൽ എന്നെ നാറ്റിച്ച സമൂഹത്തിന് മുന്നിൽ എന്നെ നിർത്തി എന്നോട് പ്രതികാരം ചെയ്യുക, അതുമാത്രമേ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തമ്പി പറയുമ്പം അത് തന്നെയാച്ചാ ജാനകിയും മനസ്സിൽ കണ്ടത്. അമലിൻ്റെ ചില നേരത്തെ സംസാരത്തിൽ നിന്നും എനിക്കത് ബോധ്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ അപർണ പറയുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ഒരു കേസിന് എന്ത് തെളിവാണ് നടത്താനുള്ളത്? ഇത് തന്നെ കോടതിയിൽ വന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതോടെ ജാനകിയുടെ അതിമോഹം അവസാനിച്ച് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ നിന്ന് അങ്ങ് ഉല്ലസിക്കുക. എനിക്കതൊന്ന് ആഘോഷിക്കണം, ആ ആഘോഷം ഇവിടെയല്ല ആഘോഷിക്കേണ്ടത് അവിടെയാണെന്ന് പറയുമ്പം ദേ നീ എന്തൊക്കെയാണ് കാണിക്കുന്നേ, നോക്ക് നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകരുത്. ദൈവാധീനം കൊണ്ടാണ് കസ്തൂരി ഇതിൽ വന്നു പെട്ടത്, അത് നീ മറക്കരുത്. അവൾ അച്ഛനെ തടയാതിരുന്നെങ്കിൽ ഈ വീടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നീ മറക്കരുത് എന്ന് പറയുമ്പം ഇനിയിപ്പോൾ രാധാമണി വാരസേരെ കൊണ്ടുവന്ന് നിർത്തിയാലും അവളും ആ തുറക്കില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ പേടിച്ച നടരാജാറായിട്ട് രവീന്ദ്രനാഥിനെയും തന്നെയാണെന്നും ദേ മോളെ നമ്മളെ രക്ഷിച്ചത് കസ്തൂരി തന്നെയാണെന്ന് പറയാം, നീ അവളെ വിളിച്ചൊരു താങ്ക്സ് ഒക്കെ പറയാൻ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തമ്പി അങ്ങ് പോയി. എനിക്ക് അളകാപുരിയിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിൽക്കും. ഈ സമയത്ത് നമ്മുടെ ജാനകി ഇങ്ങനെ തകർന്ന് നിൽക്കുക. അഭിയേട്ടാ നമ്മൾ തോറ്റുപോയി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി ഭയങ്കര കരച്ചിൽ. അഭി ഒന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ. അമ്മ തന്നെ മകളെ തോൽപ്പിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തൻ്റെ ആ ഒരു സങ്കടങ്ങളെല്ലാം അഭിയോട് പറഞ്ഞ് നെഞ്ചു പൊട്ടിക്കരയുന്ന ജാനകിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.